കടുത്ത ശുദ്ധജലക്ഷാമം നേരിടുന്ന പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ ദാഹമകറ്റാനായി നിലയിൽ നിർമ്മിക്കുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാനഘട്ടത്തിലേക്ക്. കാങ്കപ്പുഴ റെഗുലേറ്റർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു ജില്ലകളിലെയും ഗതാഗതത്തിനു പുറമെ ജലസംഭരണവും ടൂറിസവുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 102 കോടി രൂപ ചെലവിട്ടാണ് കുമ്പിടിയിൽ നിന്നും കുറ്റിപ്പുറത്തേക്കുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം ഒക്ടോബറോടെ പൂർത്തിയാകും. നിലവിൽ ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ടെന്നും നിർമ്മാണ കാലാവധിക്ക് മുമ്പായി ജോലികൾ പൂർത്തിയാക്കുമെന്നും കരാർ കമ്പനി അധികൃതർ അറിയിച്ചു. 28 ഷട്ടറുകളുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ തൂണുകളുടെ നിർമ്മാണം മെയ് അവസാനത്തോടെ പൂർത്തിയാകും. 30 തൂണുകളുള്ള പാലത്തിന്റെ 16 തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി. ബാക്കി തൂണുകളുടെ ജോലികൾ പുരോഗമിക്കുകയാണ്. പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിന് മുമ്പായി തൂണുകളുടെയും അനുബന്ധ കോൺക്രീറ്റ് നിർമ്മാണങ്ങളും പൂർത്തിയാക്കും. തൂണുകൾ നിർമ്മിച്ചു വരുന്നതിനനുസരിച്ച് മുകൾ ഭാഗത്തെ റോഡിന്റെ കോൺക്രീറ്റ് ജോലികളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. 102 കോടി രൂപ ചെലവിട്ടാണ് കുമ്പിടിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. 2022 ഡിസംബറിൽ ആരംഭിച്ച നിർമ്മാണം പൂർത്തിയാക്കാൻ 2 വർഷത്തെ സമയമാണ് കരാർ കമ്പനിക്ക് നൽകിയിട്ടുള്ളത്. പുതിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇരു ജില്ലകൾക്കും ഒരുപോലെ അനുഗ്രഹമാണ്. വെള്ളിയാങ്കൽ, ചമ്രവട്ടം റെഗുലേറ്ററുകൾ അതത് ജില്ലകൾക്ക് മാത്രമാണ് ഉപകാരമെങ്കിൽ കാങ്കങ്കടവ് റെഗുലേറ്റർ പാലക്കാടിനും മലപ്പുറത്തിനും ഒരുപോലെ അനുഗ്രഹമാകും. വേനലെത്തും മുമ്പ് വെള്ളിയാങ്കൽ റെഗുലേറ്റർ അടക്കുന്നതോടെ റെഗുലേറ്ററിന് താഴേക്കുള്ള ഭാഗങ്ങളിൽ നിലയിലെ നീരൊഴുക്ക് കുറയാറാണ് പതിവ്. കാങ്കമ്പുഴ റെഗുലേറ്റർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു ജില്ലയിലെയും വിവിധ പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കാൻ സാധിക്കും. മലബാർ ടൈംസ്, ഇടപ്പാൾ.